ആരെയും കാണാനില്ലല്ലോ. അവിടെ നിന്ന് ഒരു പാർട്ടിക്കാർ വരുന്നുണ്ട്, നമുക്ക് അവരെ ഒന്ന് മുക്കാം. ഒരു പ്രോഗ്രാം ചെയ്യോ? ഞാൻ BMTV ന്യൂസിൽ നിന്ന് വരികയാണ്. ഇഞ്ചോട് ചെന്ന പ്രോഗ്രാമിന്റെ ആങ്കറാണ്. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നാണക്കേട്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. രസകരമായ ആൻസർ നിങ്ങൾ എനിക്ക് തരിക. ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാം. കൂട്ടാൻ പറ്റുമോ? ഒരാൾക്ക് വേണ്ടി നമ്മുടെ ടൈം കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എനിക്കറിയത്തില്ലല്ലോ നിങ്ങളൊക്കെ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു എന്ന്. എന്താ പേര്? എൻ്റെ പേര് വാനി. ഞാൻ 10th പഠിക്കുന്നത്. ഇവിടെ KV പാങ്ങോടാണ് പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് ജോന. ഞാൻ 8th പഠിക്കുന്നത്. സ്ഥലം? പെരുന്നാട്. എൻ്റെ പേര് ആഷ്ലി. ഞാൻ 11th പഠിക്കുന്നു. എൻ്റെ പേര് പെരുന്നാട്. റിയ. നീറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവാൻ. ഇവിടെ KV പാങ്ങോട് പഠിക്കുന്നു. 7th മാത്രമേ ഉള്ളൂ. അവനെ വിടരുത്. ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. നിങ്ങൾ എല്ലാവരും എങ്ങനെ കസിൻസ് ആണ്? കസിൻസ് ആണ്. വെറുതെ കറങ്ങാനായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതാണ്. അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞാനിവിടെ പിടിച്ചു നിർത്തി. എന്തായാലും ഒരു 10-15 മിനിറ്റ് എനിക്ക് വേണം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാവരും ഇങ്ങനെ ചോദ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. പരുന്ത് എന്താണ് ചെയ്യുന്നത് സാധാരണ? ഒരു മറ്റ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് സാധാരണ ആഹാരം തേടുന്നത്? ഏത് രീതിക്കാണ്? പറന്നല്ല, അതിന് വേറൊരു പേര് പറയും. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമോ? പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. പരുന്ത് എന്ത് പരുന്ത് അങ്ങനെ ചെയ്തു? ഉണ്ടോ? ഞാൻ പറഞ്ഞു. എന്താ? റാഞ്ചി കറക്റ്റ് ആൻസർ ആണ്. സ്ഥലം റാഞ്ചി കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും നിങ്ങളുടെ. ഇത്രയും വലിയൊരു ക്ലാപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ്? വണ്ടി ഓടാത്ത റൂട്ട് നമ്മളെ വീട്ടിൽ ഈ ഒരു സാധനമുണ്ട്, കഴിക്കുന്ന സാധനമാണ്. നമ്മൾ തോരൻ വെച്ചും. ബീട്രൂട്ട്. വലിയ വായിലാണ് ഞാൻ കേട്ടത്. ഇവിടെ കൊടുക്കാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ്? റിയാക്ഷൻ ഉള്ള ആക്ഷനാണ്. ഇല്ലാത്തല്ലോ, നമ്മൾ ഓഡിയൻസ് ആയിട്ട് ഇടുന്നതല്ലേ. റിയാക്ഷൻ അല്ല, എങ്കിലും അത് സിനിമയുമായിട്ട് ബന്ധമുള്ളതാണല്ലോ. സിനിമകളിലൊന്നും ബന്ധമില്ലാത്ത ഒരു ആക്ഷൻ ഉണ്ട്. റിയാക്ഷൻ അല്ല, അതിന്റെ ബന്ധം ഉള്ളതാണല്ലോ. ഞാനറിയാത്ത ഒരു ബന്ധമില്ലാത്ത ആക്ഷൻ ഉണ്ട്. എന്താണ്? സിനിമകളും ഈ ഒരു ആക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റിയാക്ഷനൊക്കെ ഇച്ചിരിയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ. ഫിക്സ് ആക്ഷൻ കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലയും വാലുമുണ്ട്, പക്ഷെ നമ്മൾ പരസ്പരം കാണില്ല. തലയും ഉണ്ട്, വാലും ഉണ്ട്, പക്ഷെ പരസ്പരം രണ്ടുപേർക്കും കാണാൻ പറ്റില്ല. കോയിൻ കറക്റ്റ് ആൻസർ ആണ്. പെട്ടെന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. പെട്ടെന്ന് ആൻസർ കിട്ടി. ഇവിടെ 2, ഇവിടെ 1. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കുണ്ട് എന്ന് പറയാമോ? ഇപ്പൊ ആ ബുക്കിലാണ് ചേർത്താണ് എല്ലാ പേരും. ഫേസ്ബുക്ക് കറക്റ്റ് ആൻസർ ആണ്. ബുക്കല്ലേ ഞാൻ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ബുക്കല്ലേ? അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യന് പോവാം. പാട്ട് പാടോ? മനസ്സ് നീ പാട്ട് പാടോടാ. ഈ കുട്ടിയും പാടും. ഈ കുട്ടി ഒരു പാട്ട് പാടും. താല്പര്യമില്ലേ? ഏതാണ് ഇഷ്ടപ്പെട്ട? ഞങ്ങൾ 2 പേരുടെ പാടും. 2 പേരും കൂടെ പാടിയാൽ മതി. നിങ്ങൾ എന്ത് പാട്ട് പാടും? ആദ്യം ഇത് പിടിക്കൂ. പാടും. ഏതാ പറ? ഒരു പാട്ട് പറയും. അടുത്ത ലൈനായിരുന്നു കാണാൻ കേൾക്കാൻ നല്ലത്. അതും അറിയാവോ പാട്ട്?
ഇല്ല, കേട്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പാട്ട് പാടുന്നത് നിങ്ങൾ രണ്ടുപേരും പാടണേ. ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, ലാസ്റ്റ് പാടിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ധാരാളം എഴുത്തുകളുള്ള 2 വാക്കുകൾ ഏതാണ്? ധാരാളം എഴുത്തുകളുള്ള ഒരു വാക്കാണോ? 2 വാക്ക്. ധാരാളം എഴുത്തുകൾ ഉണ്ട് അവിടെ. അതായത് ഈ ലൈക്ക് ദീർഘ അതൊക്കെയാണോ? അതോ എഴുത്ത് സാധാരണ എവിടെയാണ് കാണപ്പെടുന്നത്? ധാരാളം എഴുത്തുള്ള പേപ്പർ, എന്നെ കൊല്ലം. ഞാൻ എന്ത് പറഞ്ഞു ന്യൂസ് പേപ്പർ, നോവൽ, ബുക്ക്. പണ്ട് കാലത്തുണ്ടല്ലോ, പണ്ട് കാലത്ത് നമുക്ക് ഈ മൊബൈലും ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം ലെറ്റർ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു സംഭവം. എഴുത്തുകൾ ഒരുപാട് കാണപ്പെടുന്ന 2 വാക്കുകളുള്ള കത്ത്. കത്ത്. പിന്നെ അതുപോലെ പറയൂ, ആൻസർ പറയൂ. ചിട്ടി. 2 വാക്കുകളുള്ള അതൊരു, ഞാൻ ഒരു ക്ലൂ തരാം, അപ്പൊ എല്ലാരും പറയും. അതൊരു ഓഫീസാണ്. ഓഫീസ്? എന്ത് ഓഫീസ്? ഇവിടെ 5 ക്വസ്റ്റിന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് എല്ലാ ഇപ്പോഴും വരുന്നത് എന്നാൽ ഒരിക്കലും പോകാത്തത്? എല്ലാ ഇപ്പോഴും ഇന്നത്തെ ഈ ഒരു ദിവസം അത് വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷേ വരും എന്നാൽ അടുത്ത ദിവസവും ആ ഒരു സാധനം വരും. സൂര്യനല്ല, ചന്ദ്രൻ, നക്ഷത്രം, അല്ല, ഒരു ഡേ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ ദിവസമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആൻസറാണ്. ഇതൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ക്ലൂ എങ്ങനെ തരണം എന്നറിയാൻ വയ്യ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് എല്ലാം ഇപ്പോഴും വരുന്നത് എന്നാൽ ഒരിക്കലും പോകാത്തത്? എപ്പോഴും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും പോകത്തില്ല. ഇന്നുകൊണ്ട് അടുത്ത ദിവസവും ഈ ഒരു സാധനം വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിൻ്റെ അടുത്ത ദിവസവും ഈ ഒരു സാധനം വരും. അല്ല, മേഘമൊക്കെ അടുത്ത ദിവസം വരുമെന്ന് ഒരു ഉറപ്പുമില്ല. എല്ലാ ദിവസവും ഇല്ലേ? സൂര്യൻ എല്ലാ ദിവസം അതും പറയാൻ പറ്റത്തില്ല, ചില ദിവസങ്ങളിൽ കാണത്തില്ല രാവിലെ. എന്നാലും 2 ലെറ്റർ. ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം. അത് മറ്റേ പാണ്ടിപ്പട സിനിമയിൽ അവൻ ചോദിച്ച പോലായി. എന്താ അവളുടെ പേര്? എത്ര ലെറ്റർ ഉണ്ട്? 2 ലെറ്റർ. ആദ്യത്തെ ഏതാ? നീ. രണ്ടാമത്തേത് മീനാ. അതുപോലെ അങ്ങനെ പ്രസവിക്കണ്ട. ഒരു ക്ലൂ. നായോ? നായോ? പോയി, എല്ലാം പോയി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ് എല്ലാം ഇപ്പോഴും വരുന്നത് എന്നാൽ ഒരിക്കലും പോകാത്തത്? ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ആൻസർ തരാത്തതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. നാളെ എപ്പോഴും വരൂലേ? പക്ഷെ ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ കണക്ഷനുണ്ട്. ക്ലൂ തരാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ ടഫായിട്ട് ഇട്ടത് തന്നെയാണ്, ഇങ്ങോട്ട് പണി തന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് എന്നാൽ തിരികെ നൽകാൻ കഴിയാത്തത്? ഈ ഒരു സാധനം നമുക്ക് ആരത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ജീവൻ. കറക്റ്റ് ആൻസറാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും, സ്പെഷ്യലായിട്ടുള്ള ക്ലാപ്പ്. പെട്ടെന്ന് പറഞ്ഞതല്ലേ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്കിത് തുറക്കാൻ കഴിയും പക്ഷെ അടയ്ക്കാൻ കഴിയില്ല. എന്താണ് ഇത്? തുറക്കാൻ കഴിയും പക്ഷെ അടയ്ക്കാൻ കഴിയില്ല. കഴിക്കുന്ന സാധനമാണ്. ഇത് കഴിക്കണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റും. എന്താ? മുട്ട. കറക്റ്റ് ആൻസറാണ്. തോട് പൊളിക്കണ്ടേ? ജോന. മിടുക്കി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ജോനക്കുട്ടിയാണ്. ജോനക്കുട്ടിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. എല്ലാവരോടും ഒരുമിച്ച് ബൈ ബൈ.